ഹലോ, എസ് ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ യൂണിഫോം സാരിയുടെ ഒരു ഡിസ്പാച്ച് വീഡിയോ കാണിക്കാനായിട്ടാണ്. ഇത് നമ്മൾ ജനുവരി ചെയ്തൊരു ഡിസ്പാച്ച് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ജനുവരി ഒരു പകുതി ആയപ്പോൾ തൊട്ട് നമ്മൾ വർക്കിംഗ് അല്ലാതെ ഒരു മാസത്തോളം നമുക്ക് വൈറൽ ഫീവർ ഒക്കെ പിടിച്ച് വർക്കിംഗ് അല്ലാത്തതുകൊണ്ടും പിന്നെ എടുത്ത വീഡിയോസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തതുകൊണ്ടും വൈകിപ്പോയതാണ് ഈ വീഡിയോ കാണിക്കാനായിട്ട്. ഇതിനകത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള യൂണിഫോം സാരിയാണ്. ഓർഗൻഡി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ നമുക്ക് തന്നൊരു ഡിസൈൻ നമ്മൾ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കട്ട് വർക്ക് പാറ്റേണിലാക്കി ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ യൂണിഫോം സാരീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേണിൽ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഈവൻ ഒരു പേപ്പറിൽ നിങ്ങൾ സ്കെച്ച് ചെയ്യുന്ന ഒരു ഡിസൈൻ പോലും നമുക്ക് അതിനെ ഡിസൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അത് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മിഷൻ എംബ്രോയിഡറിയിൽ. അപ്പം നിങ്ങൾക്ക് എന്ത് ഡിസൈൻസ് ആണെങ്കിലും, അതിപ്പോൾ ഫ്ലവർ പാറ്റേൺ ആണെങ്കിലും ഫോട്ടോയാണ്, എന്താണെങ്കിലും നമുക്കത് സാരി മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽ ആണെങ്കിലും, ഇപ്പൊ ഷർട്ടിലാണെങ്കിലും മുണ്ടിലാണെങ്കിലും അല്ല, എന്ത് പാറ്റേണിലാണെങ്കിലും നമുക്കത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കാണിക്കുന്നത് അതുപോലെ നമ്മൾ കസ്റ്റമൈസ് ആക്കി എടുത്തിരിക്കുന്ന ഒരു യൂണിഫോം വർക്കാണ്. യൂണിഫോം സാരീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലിൽ, ഇഷ്ടമുള്ള കളർ ഡിസൈനിൽ നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് വേണ്ട ബഡ്ജറ്റിൽ നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു സാരി കാണാം. അപ്പൊ ഇതാണ് നമ്മൾ കാണിക്കുന്ന സാരി. ഇത് ഓർഗൻഡി മെറ്റീരിയലാണ്, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻഡി മെറ്റീരിയലാണ്. മീറ്ററിന് 200 റേഞ്ചിൽ വരുന്ന, പ്രൈസ് റേഞ്ച് വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻഡി മെറ്റീരിയലാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് മെഷീൻ കട്ട് വർക്ക്, ടോയിൻ കട്ട് വർക്ക് അല്ല, നമ്മൾ സോൾഡർ ചെയ്തെടുക്കുന്ന ആ ഒരു കട്ട് വർക്ക് പാറ്റേൺ ആണ്. ഡിസൈൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ മെറൂൺ ഗ്രീൻ കോമ്പിനേഷനിൽ കസ്റ്റമറിന്റെ ചോയ്സ് അനുസരിച്ച് ഉള്ളൊരു പാറ്റേൺ എടുത്ത് അതിനകത്ത് ഈ ഒരു കട്ട് വർക്ക് പാറ്റേൺ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ആ ഒരു ടോയിൻ കട്ട് വർക്കിന്റെ രീതിയിലായിരിക്കില്ല ഇതിലെ കട്ട് വർക്കിന്റെ അപ്പിയറൻസ് വരുന്നത്. നമ്മൾ ടോയിൻ കട്ട് വർക്ക് വരുമ്പം ഇച്ചിരി ഇങ്ങനെ ആ ഒരു ത്രെഡ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണും. ഇതിനകത്ത് നമ്മൾ സോൾഡർ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു ആ ഒരു മെറ്റീരിയലിന്റെ എലമെന്റ് കൂടെ ഒക്കെ വരുന്നത് പോലെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഒറ്റ വ്യൂവിൽ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഭയങ്കര മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്താൽ ടോയിൻ കട്ട് വർക്കിന്റെ ഫിനിഷിംഗ് എന്താണെങ്കിലും ഈ ഒരു കട്ട് വർക്കിന് വരത്തില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത്. ഒരു റോസ് ഫ്ലവർ, അതിന് കുറച്ച് ലീവ്സും അതിന് ചുറ്റുമുള്ള വർക്ക് കട്ട് വർക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്ന പോലെയാണ്. ഇതിനകത്ത് 5 ഡിസൈൻസ് ആണ് ഇതുപോലത്തെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ഡിസൈൻസ് ആണെങ്കിലും കളർ കോമ്പിനേഷൻ ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു 13 സാരിയിലെ ഒരു യൂണിഫോം വർക്കാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ 5 ഡിസൈൻസ് വെച്ചിട്ട് ഫസ്റ്റ് ഡിസൈൻ പല്ലുവിന്റെ ഈ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിൽ വരുന്നിടത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല്ലുവിന്റെ 2 എൻഡിലും ഡിസൈൻസ് വരും. അതിനുശേഷം നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ചെസ്റ്റ് പോർഷനിലാണ്. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ അല്ലാണ്ട് ചെസ്റ്റ് പോർഷനിൽ നമ്മൾ സിംഗിൾ ഡിസൈൻ ആയിട്ടാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വരുന്ന ഡിസൈൻ വരുന്നത് നമ്മുടെ ആ ഒരു റൈറ്റ് ലെഗിന്റെ ടോപ്പ് പോർഷനിൽ, അതായത് മുകളിലോട്ട് വരുന്ന ഫ്ലീറ്റ്സിന്റെ അവിടെ നമ്മൾ കൈ താത്തിടുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് പൊസിഷൻ വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ചെസ്റ്റിൽ വരുന്ന ഡിസൈൻ അടുത്തടുത്തല്ല, ഞാൻ നമ്മൾ ഉടുത്തുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഡിസൈൻ എവിടെയാണ് കറക്റ്റ് വരുന്നതെന്നുള്ളത്. അങ്ങനെ ഒരു ഡിസൈൻ, അങ്ങനെ ആ ഒരു ടോപ്പ് പോർഷനിൽ ചെസ്റ്റ് അടുപ്പിച്ചല്ലെങ്കിലും ചെസ്റ്റിന്റെ ഭാഗത്തോട്ട് വരുന്നിടത്ത് 2 ഡിസൈൻ വരും. അതുപോലെ റൈറ്റ് ലെഗ് പോർഷനിലും ഒരു ഡിസൈൻ വരുന്നത് പോലെയാണ് 5 ഡിസൈൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ കട്ട് വർക്ക് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സാരിയിൽ നമ്മൾ ഫോൾ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഫോൾ അറ്റാച്ച് ചെയ്യാതെ നമുക്ക് കട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കട്ട് വർക്ക് ചെയ്തതിന് ശേഷം ഫോൾ വെക്കുമ്പോൾ അത് മറിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ, അതായത് കട്ട് വർക്കിന്റെ ആ ഒരു ലുക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫോൾ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് ആ ഒരു റൈറ്റ് ലെഗ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഓരോ ഡിസൈനും നമ്മൾ അതിനനുസരിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലവർ അപ്വേർഡ് പോസിലോട്ട് വരുന്നത് പോലെ റൈറ്റ് ലെഗിൽ പോസ് ചെയ്തിട്ടുണ്ട്. സർക്കുലർ ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ എല്ലാ ഡിസൈൻസും ഒരുപോലെ തോന്നും. പക്ഷെ നമ്മൾ ഓരോ ഡിസൈൻസും എവിടെയാണോ വരുന്നത് അതനുസരിച്ച്, ഇപ്പൊ പല്ലുവിൽ വരുന്ന ഡിസൈൻ ആ ഫ്ലവർ ഇങ്ങോട്ട് മുകളിലോട്ട് വരുന്നത് പോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോഴത്തേനും ഇങ്ങനെ സ്റ്റാൻഡിങ് പോസിൽ ആ ഫ്ലവർ നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിൽ വരുന്നൊരു പാറ്റേണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പിക്ചേഴ്സ്, ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ കാണിക്കുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് വരച്ചെടുത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു സോഫ്റ്റ്വെയർ ത്രൂ എംബ്രോയിഡറി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോയ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തന്നാലും അതനുസരിച്ച് നമുക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഡിസൈൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് പ്രകാരം നമുക്ക് യൂണിഫോം സാരീസ് ചെയ്യാം. യൂണിഫോം സാരീസ് മാത്രമല്ല, നിങ്ങൾക്ക് സിംഗിൾ ഒരു സാരി ആയിട്ട്, അത് നിങ്ങൾക്ക് പേഴ്സണൽ യൂസിന് വേണ്ടി ഒറ്റ സാരി ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ യൂണിഫോം ഓർഡേഴ്സ് നമ്മൾ തരുന്ന സമയത്ത് മാക്സിമം നേരത്തെ തന്നെ തരാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഇരിക്കുന്നത് കാരണം നമുക്ക് കുറച്ച് ടൈം എടുക്കും. യൂണിഫോം സാരീസ് എന്ത് പറഞ്ഞാലും മോർ ദാൻ 10 to 20 സാരീസ് ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ ആ ഇത്രയും സാരീസ് നമുക്ക് ചെയ്തെടുക്കാനുള്ള സമയം നമുക്ക് തരുന്നത് പോലെ നമുക്ക് ഓർഡേഴ്സ് തരിക. നമ്മൾ നേരത്തെക്കാളും മിഷൻസിന്റെ നമ്പർ ഒക്കെ കൂട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു യൂണിഫോം ഓർഡർ കുറച്ചുകൂടെ ടൈംലി ആയിട്ട് ഡിസ്പാച്ച് ചെയ്യാനായിട്ട്. എന്നാൽ പോലും നമുക്ക് ഓർഡേഴ്സ് അതനുസരിച്ച് വരുന്നത് കൊണ്ട് തന്നെ എത്രയും നേരത്തെ അറ്റ്ലീസ്റ്റ് ഒരു 2 weeks മുമ്പെങ്കിലും നമുക്ക് യൂണിഫോം സാരീസിന്റെ ഓർഡർ, അതായത് സാരിയുടെ നമ്പർ അനുസരിച്ച് കേട്ടോ. 2 weeks മുമ്പ് എന്ന് പറഞ്ഞിട്ട് 80 സാരീസ് ഒക്കെ തന്നാൽ നമുക്ക് പോസിബിൾ ആവത്തില്ല. സാരിയുടെ നമ്പർ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് തന്ന് നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ പറ്റുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ട ഒരു ഫാബ്രിക്കിൽ നമുക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.